അസ്സലാമു അലൈക്കും മുത്തുമണീസ്. ഇന്ന് നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ച ആ ഒരു വാൾപേപ്പർ ഒക്കെ ആകെ നാശമായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു കളറൊക്കെ പോയി. പിന്നെ നമ്മുടെ കുക്ക് ചെയ്യണ ഭാഗങ്ങളല്ലേ, അപ്പോൾ മഞ്ഞളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു കാണാൻ തന്നെ ഒരു മെനയില്ലാത്ത പോലെ, നമുക്ക് അവിടെ പണിയെടുക്കുമ്പോൾ തന്നെ ഒരു കംഫർട്ട് ഫീൽ ചെയ്യാത്ത പോലെ തോന്നും. ഇപ്പം ആകെ മിസ്സായിട്ടാണ് കിടക്കണത്. ഞാൻ എന്തായാലും ക്ലീൻ ആക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഗ്യാസ് ആണെങ്കിലും ഇനി അതിൻ്റെ ചുറ്റുപാടാണെങ്കിലും ഒക്കെ ആകെ ആയിട്ടാണ് കിടക്കണത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുകയാണ്. എല്ലാതും മാറ്റി കഴിഞ്ഞ് നമുക്കതൊക്കെ ഒന്ന് വലിച്ചെടുക്കാം. കാണുന്ന പോലെയൊന്നുമല്ല, നല്ല സ്ട്രോങ് ആണത്. അത് വെച്ചാൽ നമ്മൾ വെള്ളമൊക്കെ വീണ ആ ഒരു ഭാഗമല്ലേ, അപ്പോൾ നമ്മൾ നല്ല ഒരു വാൾപേപ്പർ തന്നെയാണ് മേടിച്ചിരിക്കണത്. ഇനി അത് നിങ്ങൾക്ക് കാണാം, ഭാവം അത് വലിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര പാടാണ് എന്ന് കിട്ടാൻ തന്നെ. കാണുമ്പോൾ തോന്നും അത് പെട്ടെന്ന് പറഞ്ഞു പോരുന്നൊക്കെ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് ഇച്ചിരി എളുപ്പമാണെന്നൊക്കെ തോന്നും. പക്ഷേ എന്താണ് അത് അതിമെന്ന് പോന്നപ്പോഴത്തേന് ഞങ്ങൾ രണ്ടാളും കുറച്ച് കഷ്ടപ്പെട്ടിരിക്കണം. പിന്നെ ബാവൻ്റെ ടൂൾസൊക്കെ എടുക്കലോടത്തി. കാരണം അത് അല്ലെങ്കിൽ മറ്റേത് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു എണ്ണമയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് നേരാവണ്ണം ഒട്ടൂല, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ബാവൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എല്ലാം ശരിയാക്കി തരികയാണ് എനിക്ക്. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന ആ ഒരു യെല്ലോ കളർ അത് വേറൊരു വാൾപേപ്പർ ആയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടാഞ്ഞിട്ട് അത് അങ്ങനെ അതിമ വെച്ചതാണ്. അപ്പോൾ ഇത് നൈറ്റ് 11:15 ആയി ടൈം. കിച്ചണൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. കംപ്ലീറ്റ് സാധനങ്ങളും ഒക്കെ വലിച്ചിട്ട് ഇനി അതൊക്കെ ക്ലീൻ ആക്കണം. എന്താണെങ്കിലും ബാവ അതൊക്കെ കഷ്ടപ്പെട്ട് വലിച്ചെടുത്തിക്കണ്. ഇനി അത് ഒട്ടിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇച്ചിരി പണിയാണ്. കാരണം അത് ചുളിവൊന്നും വരാതെ ആ ഒരു കറക്റ്റായ ആ ഒരു അതും പാടെ സെറ്റായി വരുമ്പോഴത്തേന് കുറച്ച് പണിയാണ്. അപ്പോൾ യാസീനും ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. യാസീനും ഉണ്ട് കൂടെ എല്ലാത്തിനും പണിക്കും. അപ്പോൾ അവൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കറണ്ട് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എമർജൻസി ഒക്കെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഇപ്പത്തിൻ്റെ ടൈം 12 മണി. നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുമോ? ഇവിടെ ലേറ്റ് വെച്ചൂടെ? എവിടെ ലേറ്റ്? ഈ പോസ്റ്റ് നല്ല പാട്ടുമ്പോ പറ്റിയത് കണ്ടു. പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും ബാവ എല്ലായിടവും ഒട്ടിച്ചൊക്കെ ക്ലീനാക്കി ഒക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ എല്ലാതും ആ കൗണ്ടർ ടോപ്പിക്ക് സെറ്റാക്കി വെച്ച് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കിച്ചൺ പണികളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് നീറ്റായിട്ടില്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ എന്തോ ഒരു സമാധാനം. എങ്ങനെ പോയാലും നമ്മൾ കിച്ചണ് അതിന് മാത്രം ഒരു ക്ലീനൊന്നും അല്ലെങ്കിലും കൂടിയിട്ട് മാഷാ അല്ലാഹ് എനിക്കിതൊക്കെ ഒട്ടിച്ചപ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മൾ എപ്പോഴും പുതുമകളല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ടൈമൊക്കെ അപ്പോൾ കുറേ ആയി. ഞങ്ങളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ട് ഇനി ഞങ്ങൾ വരണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.